എല്ലാവർക്കും നമസ്കാരം. ഞാൻ വി.പി. ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ഡിലൈറ്റ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 63 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നടന്നു വരുന്ന ഒരു ചടങ്ങിനെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഗുരുവായൂരിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശന സമയത്ത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തുണ്ടായിട്ടുള്ളവർക്ക് മറക്കാനാവാത്ത ആ അനുഭൂതിയാണത്. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇവിടെ നടന്നു വരുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ്, ആ സംഗീത മാധുര്യയെക്കുറിച്ചിട്ടാണ്, സംഗീത ലീലയെക്കുറിച്ചിട്ടാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതിനു മുമ്പായി എനിക്കൊരു അഭ്യർത്ഥന നിങ്ങളോടുള്ളത്, ഈ ചാനൽ കാണുന്ന നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഫോളോ ചെയ്യണം, ഇത് ലൈക്ക് ചെയ്യണം എന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് കഥയിലേക്ക് വരാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിർമ്മാല്യം എന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ വെളുപ്പിന് 3 മണിക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നിർമ്മാല്യ ചടങ്ങുകൾ നടക്കുക. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി പുലർച്ചെ 2 മണിക്ക് എണീറ്റ് പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ് രുദ്രതീർത്ഥത്തിൽ കുളിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെത്തി ശ്രീലകവാതിൽ തുറന്ന് വിളക്കുകൾ തെളിയിച്ച് ഭക്തരെ കാത്തിരിക്കും. ഗർഭഗൃഹവാതിൽ തുറക്കുന്നതിന് വേണ്ടി ഭക്തരെ കാത്തിരിക്കും. കൃത്യം 3 മണിക്കാണ് നിർമ്മാല്യം നടക്കുന്നത്. നിർമ്മാല്യ സമയത്തിനായിട്ട് ക്ഷേത്രത്തിന് പുറത്ത്, ഗോപുരത്തിന് പുറത്ത്, അടച്ച വാതിലിന് പുറത്ത് ഭക്തരിങ്ങനെ നാമജപത്തോടെ കാത്തിരിക്കും. ചെറിയൊരു കുളിരും ചെറിയൊരു കാറ്റും അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് മനസ്സിലാകെ ഭക്തിയും മനസ്സിലാകെ ഉണ്ണിക്കണ്ണനും മനസ്സിലാകെ ഗുരുവായൂരപ്പനുമായി കാത്തു നിൽക്കുന്ന സമയത്ത് കൃത്യം 2:30 ആയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അതിസുന്ദരമായ ഒരു സംഗീത മാധുര്യം എങ്ങനെ കിനിഞ്ഞിറങ്ങുന്നത് നമുക്ക് അനുഭവപ്പെടും. ഓം നമോ നാരായണായ എന്ന് തുടങ്ങുന്ന ആ കീർത്തനത്തിൻ്റെ നാരായണീയത്തിലെ ആദ്യത്തെ ദശകത്തിലെ ആദ്യത്തെ വരിയോട് കൂടിയിട്ടാണ് നമ്മൾ കേട്ടു തുടങ്ങുക. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് തുടങ്ങുന്ന അതിസുന്ദരമായ നാരായണീയത്തിലെ വരികൾ പീലീലയുടെ കണ്ഠത്തിൽ നിന്ന്, പീലീലയുടെ സംഗീത മധുരിമയിൽ നമ്മൾക്കിങ്ങനെ നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും ആ പ്രത്യേക അന്തരീക്ഷത്തിൽ, ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ അലൗകികമായൊരു അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്നത് സ്വാഭാവികമാണ്. ഭക്തിയോടെ, ഗുരുവായൂരപ്പൻ്റെ ചിന്തയോടെ, ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മയോടെ, കണ്ണൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള ഓർമ്മയോടെ, കണ്ണൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളോടെ നിൽക്കുന്നവരിലേക്ക് കഴിഞ്ഞ 63 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 2:30 മുതൽ ഈ സംഗീത മധുരിമ എത്തുന്നുണ്ട്. ഈ സംഗീത മധുരിമ ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട്. അത് 63 വർഷം മുമ്പാണ്. അതായത് 1961 സെപ്റ്റംബർ 22 തീയതി മുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ സംഗീത മധുരിമ തുടങ്ങിയത്. ഈ ലീല പാടി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്തിട്ടുള്ള ഈ കാസറ്റുകൾ ആദ്യം ഇത് ഗ്രാമഫോൺ റെക്കോർഡുകളായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ കഥയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കൃഷ്ണാട്ടം കളിയുടെ സൂപ്രണ്ടായിരുന്ന ACG രാജയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സൂപ്രണ്ടായിരുന്ന MK രാജയും പത്രപ്രവർത്തകനായിരുന്ന SP നായരും ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വച്ചത്. നാരായണീയവും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും റെക്കോർഡ് ചെയ്ത് ഭക്തജനങ്ങളെ കേൾപ്പിക്കണമെന്ന് അവരുടെ ഉള്ളിലൊരു ആശയം ഉദിച്ചു. അവർ അന്നത്തെ ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സാമൂതിരി രാജാവിനെ കണ്ട് അനുമതി വാങ്ങി. അങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യുന്നതിനായിട്ട് അവർ മദിരാശിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ MS സുബ്ബലക്ഷ്മിയെ കൊണ്ട് പാടിക്കണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അന്ന് വെങ്കടേശ്വര സുപ്രഭാതത്തിലൂടെ പ്രസിദ്ധയായ MS സുബ്ബലക്ഷ്മിയെ കൊണ്ട് ഇത് പാടിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അങ്ങനെ മദിരാശിയിൽ എത്തിയപ്പോഴാണ് അവരറിയുന്നത് MS സുബ്ബലക്ഷ്മി 20 ദിവസത്തെ ഒരു ഉത്തരേന്ത്യൻ സംഗീത പര്യടനവുമായി സ്ഥലത്തില്ലെന്നും 20 ദിവസം കഴിയുമ്പോഴേ തിരിച്ചെത്തുകയുള്ളൂ. ആകെ വിഷണരായ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയൊരു മുഖമാണ് മലയാളിയുടെ പ്രിയപ്പെട്ട സംഗീത നാരായണി എന്നറിയപ്പെടുന്ന P. ലീല. അങ്ങനെ P. ലീലയെ കൊണ്ട് ഇത് പാടിക്കാമെന്നവർ തീരുമാനിക്കുകയും അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നതിനായി മലയാളം ഏറെ ആദരിക്കുന്ന, കർണാടക സംഗീതം ഏറെ ആദരിക്കുന്ന, മലയാള സിനിമാ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത V. ദക്ഷിണാമൂർത്തി എന്ന അതുല്യനായ സംഗീതജ്ഞനെ കൊണ്ട് തന്നെ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുകയും അങ്ങനെ നാരായണീയം P. ലീലയെ കൊണ്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. സംസ്കൃതത്തിൽ പരിമിതികളുള്ള P. ലീല അതിനായിട്ട് സംസ്കൃതം പഠിക്കുകയും നാരായണീയത്തിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് നാരായണീയത്തിലെ ഈ ആദ്യ ശ്ലോകവും അതേപോലെ രാസക്രീഡയിലെയും കേശാദിപാദത്തിലെയും ശ്ലോകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നാരായണീയം റെക്കോർഡ് ചെയ്തത്. അത് ശങ്കരാഭരണം രാഗത്തിലും
ഭൂപാളൻ രാഗത്തിലും രാഗമാലികയിലുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഹരിനാമ കീർത്തനം റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ജ്ഞാനപ്പാന റെക്കോർഡ് ചെയ്യുന്നത്. ജ്ഞാനപ്പാനയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് പ്രസിദ്ധ സംഗീതജ്ഞരായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ ജയവിജയന്മാരാണ്. ജയൻ ഇപ്പോൾ അടുത്ത ദിവസമാണ് മരിച്ചത്, നമുക്കറിയാം. അപ്പോൾ അവരാണ് അന്നത് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഗ്രാമഫോൺ റെക്കോർഡുകൾ HMV ആണത് റെക്കോർഡ് ചെയ്ത്. HMVയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു നായയുടെ ചിത്രവുമായിട്ട് ഗ്രാമഫോണിൻ്റെ മുന്നിൽ ഒരു നായയുടെ ചിത്രവുമായിട്ടിരിക്കുന്ന ഗ്രാമഫോൺ റെക്കോർഡുകൾ മുമ്പുള്ള ആളുകൾക്കൊക്കെ വളരെ പരിചിതമാണ്. അങ്ങനെ വലിയ വട്ടത്തിലുള്ള ഗ്രാമഫോൺ, ആ ഗ്രാമഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുകയും ഏതാണ്ട് 800 ഗ്രാമഫോണുകൾ 1963 സെപ്റ്റംബർ 21 വ്യാഴാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കുകയും പിറ്റേന്ന് വെള്ളിയാഴ്ച 22-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഇത് പ്രക്ഷേപണം ചെയ്യുകയുമാണ് ഉണ്ടായത്. സെപ്റ്റംബർ 22 മുതൽ ഇന്നുവരെ രാവിലെ 2:30 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ പി ലീലയുടെ ഈ ശബ്ദത്തിലുള്ള നാരായണീയം നമ്മൾ കേട്ടു തുടങ്ങും. 3:30 മണി വരെ 1 മണിക്കൂറാണ് നാരായണീയവും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ലോകത്ത് ഒരു പക്ഷേ ഒരിടത്തും ഉണ്ടാകില്ല. ഒട്ടേറെ ആളുകൾ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒട്ടേറെ ആളുകളുടെ പാട്ടുകൾ പല ക്ഷേത്രങ്ങളിലും വയ്ക്കുന്നുണ്ട്. യേശുദാസിൻ്റെ ഹരിവരാസനം ശബരിമലയിൽ വയ്ക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും രാത്രി വയ്ക്കുന്നുണ്ട്. പക്ഷേ ശബരിമലയിൽ എല്ലാ ദിവസവും തുറക്കുന്നില്ല എന്ന് നമുക്കറിയാം. മലയാള മാസം 10 ദിവസവും മറ്റു ഉത്സവ ദിവസങ്ങളിലും സീസണുകളിലും മാത്രമാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ 63 വർഷമായിട്ട് എല്ലാ ദിവസവും പി ലീലയുടെ ശബ്ദം കേട്ടിട്ടാണ് ഗുരുവായൂരപ്പൻ ഉണരുന്നത്. ഗുരുവായൂരിലെ ഭക്തജനങ്ങൾ ഇത് ഏറ്റുവാങ്ങുന്നത്. അത്ര സായുജ്യം ലഭിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞയാണ് പി ലീല. പി ലീലയെ ഗുരുവായൂർ ദേവസ്വം സംഗീത നാരായണി എന്ന പട്ടം കൊടുത്തിട്ട് ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് കേന്ദ്ര സർക്കാർ അവർക്ക് പത്മഭൂഷൺ ബഹുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ അവരെ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ പി ലീലയും ദക്ഷിണാമൂർത്തിയും ജയവിജയും നാരായണീയവും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയുമെല്ലാം ഇതുവഴി അനശ്വരമായി മാറുകയാണ് ഈ ലോകത്ത്. ഗ്രാമഫോൺ മാറി, അതിനുശേഷം കാസറ്റുകൾ വന്നു, കാസറ്റുകൾ മാറിയിട്ട് CD-കൾ വന്നു, CD-കൾ മാറിയിട്ട് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങൾ വന്നു. ഏത് സംവിധാനം വന്നാലും പി ലീലയുടെ ശബ്ദത്തിലുള്ള ഈ മനോഹരമായ നാരായണീയവും മറ്റ് ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും അനശ്വരമായി നിലനിൽക്കുകയാണ്. പി ലീലയുടെ ശബ്ദം എല്ലാ ഭക്തജനങ്ങളുടെയും ഓർമ്മകളിലേക്ക് എത്തട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണാർപ്പണം.